കോഴിക്കോട് വയനാട് മലയോര മേഖലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. ഇരുവഴിഞ്ഞി, ചാലപ്പുഴ ഉൾപ്പെടെയുള്ള ജലാശയങ്ങളിൽ ജലനിരപ്പ് ഉയരുന്നു. ഇതേ തുടർന്ന് മലബാർ റിവർ ഫെസ്റ്റിവലിലെ ഇന്നത്തെ കയാക്കിംഗ് മത്സരങ്ങൾ റദ്ദാക്കി. കൂടുതൽ വിവരങ്ങളുമായി നസീർ ബാബു ചേരുന്നുണ്ട്. നസീർ ബാബു, എങ്ങനെയാണ് ജില്ലയിലെ നിലവിലെ സാഹചര്യം? ഈ മഴക്കെടുതി രൂക്ഷമായതുകൊണ്ട് തന്നെ ആവില്ലേ മലബാർ റിവർ ഫെസ്റ്റിവലിലെ ഇന്നത്തെ മത്സരങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു? ഒപ്പം തന്നെ ഇനി ഇതെങ്ങനെയാണ്? കഴിഞ്ഞ ദിവസം തുടങ്ങിയ ഫെസ്റ്റിവലാണ്. അതെ ജിന, കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ മത്സരങ്ങളാണ് ഇന്ന് തടസ്സപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര പ്രദേശമായ തിരുവമ്പാടി, അതുപോലെ തന്നെ താമരശ്ശേരി മേഖലകളിൽ ശക്തമായ മഴയാണ് ഇന്ന് ഉണ്ടായത്. പ്രത്യേകിച്ച് ഇന്നലെ രാത്രി മുതൽ മഴ പെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ചാലിപ്പുഴയിലാണ് ഈ മത്സരം നടക്കാറ്. ആ ചാലിപ്പുഴയിലെ അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് ഫയർ സർവീസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് അവിടെ മത്സരം നിർത്തിവെച്ചിരിക്കുന്നത്. കയാക്കിംഗ് ഉപകരണങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ പുലിക്കയത്തെ കയാക്കിംഗ് സെന്ററിന്റെ ഭാഗത്തേക്ക് പൊതുജനങ്ങൾ പ്രവേശിക്കരുതെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുഴയിലോ വെള്ളക്കെട്ടിലോ ഇറങ്ങാൻ പാടില്ല. അതുപോലെ തന്നെ ജില്ലയിലെ മലയോര മേഖലകളിൽ പൊതുവെ വെള്ളക്കെട്ട് ഉയർന്നിട്ടുണ്ട്. ജില്ലയിലെ മിക്ക നദികളും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കൂടരഞ്ഞിലെ ഉറിഞ്ഞി, അതുപോലെ തന്നെ കുളിരാമുട്ടി തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ മലവെള്ളപ്പാച്ചിലുണ്ടായിട്ടുണ്ട്. വനമേഖലകളിലാണ് കാര്യമായ മഴ ലഭിച്ചത്. അതുപോലെ തന്നെ മുക്കം ടൗണിന്റെ ഭാഗത്ത് ചില ഭാഗങ്ങളിൽ ഡ്രെയിനേജിൽ തകരാറ് കാരണം വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട്. അവിടെ കടകളിലും അതുപോലെ തന്നെ വീടുകളിലും ഒക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാന പാതയായ കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിലെ ഓണത്തെരുവിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ചെറിയ തൊഴിലാണ്, മറ്റു നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ജില്ലയിലെ മലയോരം, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയുടെ ഭാഗമായ അടിവാര, അതുപോലെ ഈങ്ങാപ്പുഴ ഭാഗങ്ങളിലെ അവിടെ ബസ് ഗതാഗതമൊക്കെ പ്രധാനമായിട്ട് തടസ്സപ്പെട്ടിരിക്കുകയാണ്. എങ്കിലും ബസ്സുകൾ കടന്നു പോകുന്നുണ്ട്. എന്നാൽ വയനാട് ചുരത്തിലൂടെയുള്ള യാത്ര കുറയ്ക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റു വഴികൾ അതിനുവേണ്ടി ചുരം പോലെയുള്ള ബദൽ മാർഗങ്ങൾ കണ്ടെത്തണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതാണ് ജില്ലയിലെ സാഹചര്യം. മലയോര മേഖലയിൽ മഴ ഇപ്പോഴും തുടരുകയാണ്.